ഇന്ന് പൊന്നാങ്കണ്ണി ചീരയ തോരൻ വെക്കുന്നത്. ചീര നുള്ളിയെടുത്ത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇലകളും അതിനോട് ചേർന്നുള്ള ചെറിയ തണ്ടും മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് ചെറുതായി നുറുക്കിയെടുക്കണം. ആദ്യം കത്തി കൊണ്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം കുറച്ച് ചീര കയ്യിലേക്ക് ഗ്രാബ് ചെയ്തെടുത്തിട്ട് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തെടുത്തു. അരപ്പിനായി തേങ്ങ, സവാള, വെളുത്തുള്ളി, പച്ചമുളക്, നല്ല ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ചോപ്പറിലേക്കിട്ട് ഒരുമിച്ച് ചോപ്പ് ചെയ്തെടുക്കുക ചെയ്തത്. ഇനി ഇത് വലിയ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ആവശ്യമായ ഉപ്പ് കൂടി അതിലേക്ക് ചേർക്കാം. അടുത്തതായി അരപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. തോരന് ഒരുപാട് എരിവില്ലാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു പാത്രം ചൂടാക്കിയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രം കടുകിട്ട് കൊടുക്കണം. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞ് ഫ്ലെയിം സിമ്മർ ചെയ്തിട്ട് ഉഴുന്നും ഉണക്കമുളകും മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ചീര അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചീര ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് അരപ്പും ചേർക്കാം. ഇനി ചീര ഇല വെച്ച് അരപ്പൊന്ന് നല്ലതുപോലെ കവർ ചെയ്തെടുക്കണം. അതിനുശേഷം ഒന്ന് അടച്ചു വെക്കണം. 5 മിനിറ്റ് സിമ്മറിൽ അങ്ങനെ ഇരുന്ന് വേകട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാം. ഇലകൾ നല്ലതുപോലെ വാടി ഒതുങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റർ ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത്. അതിനായി ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കണം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. കൈയെടുക്കാതെ ഇളക്കി കൊടുത്താണ് ഇത് സ്റ്റർ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ആവശ്യത്തിന് ഡ്രൈ ആയി കഴിഞ്ഞു. ചീരത്തോരൻ ആ പാത്രത്തിൻ്റെ സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പൊന്നാങ്കണ്ണി ചീരത്തോരൻ റെഡി. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.